ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡിഫറൻസിയേഷൻ. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലിമിറ്റ്. നമുക്ക് ഫസ്റ്റ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. The limit of f of x as x tends to a is the value that f of x approaches as x approaches a. അതായത് എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് ആ ഒരു നമ്പർ, അതിനാണ് ഡിനോട്ട് ചെയ്യുന്നത് എൽ. എക്സിൻ്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ ആണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ. എന്താണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4. ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷന്. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4 ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. എപ്പോൾ ഉള്ള ലിമിറ്റ്? എക്സിൻ്റെ വാല്യൂ 3 ആവുമ്പോഴുള്ള ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈ ഫംഗ്ഷനിൽ എക്സ് എന്ന് കാണുന്നിടത്ത് ഇവിടെ ഈ ഫംഗ്ഷനിൽ ഫസ്റ്റ് എന്താ കാണുന്നത്? എക്സ് സ്ക്വയർ. ദെൻ സെക്കൻഡ് ടേം വരുന്നത് 3x. ദെൻ ഒരു കോൺസ്റ്റൻറ്റ് ടേം 4 ആണ് വരുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എക്സ് എന്ന് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? ഈ ടെൻഡ് ചെയ്യുന്ന വാല്യൂ ഇതവിടെ എക്സ് ടെൻസ് ടു 3 ടെൻഡ് ചെയ്യുന്ന വാല്യൂ 3 എന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. എക്സ് കാണുന്നിടത്ത് 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്ത് വരും? 3 സ്ക്വയർ. ദെൻ മൈനസ് 3x 3 ഇൻറ്റു 3. എക്സ് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്നാണ്. 3 ഇൻറ്റു 3 പ്ലസ് 4. ഇത് ചെയ്ത് എന്ത് വരും? 3 സ്ക്വയർ എന്ന് പറയുന്ന 9 മൈനസ് 3 ഇൻറ്റു 3 എന്ന് പറയുന്ന 9 മൈനസ് 9 മൈനസ് 9 പ്ലസ് 4 ഈക്വൽ ടു 9 മൈനസ് 9 0 ആയി. ദെൻ റിമൈനിങ് 4 ഈസ് ദ ലിമിറ്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് വരുന്നൊരു മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ അതാണ്. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നെഴുതാം. അതുപോലെ നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് എന്തെഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള അതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നെഴുതാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നെഴുതാം. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്താ കാണുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. അതുപോലെ എഴുതി. ഇനി ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4 എന്നുള്ളതിന് നമുക്ക് എന്തെഴുതാമെന്ന് നമ്മളിപ്പോൾ ഈ ഐഡൻറ്റിറ്റി പ്രകാരം എന്തെഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? എക്സ് മൈനസ് 2. അതവിടെ ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 2 എന്നാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ എഴുതി. ഇനി നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടേം വരുന്നുണ്ട്. എന്താണത്? ഈ എക്സ് മൈനസ് 2 വരുന്നുണ്ട് ഇവിടെയും,
-2 വരുന്നുണ്ട്. x-2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെയുള്ള ടേം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്യാം. x-2 ക്യാൻസൽ ചെയ്യാം. x-2 ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് ടേം വരുന്നത് ഇനി എന്താ ഇവിടെ ഉള്ളതുള്ളൂ, x+2 എന്ന്. അതായത് ലിമിറ്റ് x→2 x+2. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്, 2 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എക്സ് എന്ന് കാണുന്നിടത്ത് എന്ത് കൊടുക്കുക, 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്, x+2. എക്സിന് 2 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താ അത് റീഡ് ചെയ്യുക, 2+2 = 4. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്, ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് 4 ആണ്. എപ്പോൾ x2 ആവുമ്പോൾ. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾജിബ്രൈക്കൽ ലിമിറ്റ്. ഓൾജിബ്രൈക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത് നോക്കൂ, ലിമിറ്റ് x→a x⁻n - a⁻n ഡിവൈഡ് ബൈ x - a. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, n × a⁻n - 1 എന്ന് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം, x⁻n - a⁻n ഡിവൈഡ് ബൈ x - a. ലിമിറ്റ് ടെൻഡ് ചെയ്യുന്ന വാല്യൂ a ആയിരിക്കണം. ലിമിറ്റ് x⁻n - a⁻n ഡിവൈഡ് ബൈ x - a എന്നുള്ള ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ആൻസർ എന്തെഴുതാം, n × a⁻n - 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എന്താണ്, ഇവാലുവേറ്റ് ലിമിറ്റ് x→3 x³ - 27 ഡിവൈഡ് ബൈ x² - 9. ഇതാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യന്. ഇവിടെ നോക്കൂ, x→3 ഇതാണ് a എന്ന് പറയുന്നത്, n എന്ന് പറയുന്ന എക്സിൻ്റെ മുകളിലുള്ള 3. ഇനി 27 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കൂ, താഴെ എന്താ തന്നിട്ടുള്ളത്, x⁻n എന്നുള്ളൊരു ഫോർമാറ്റാണ് തന്നിട്ടുള്ളത്. ഇവിടെ 9 എന്നാണ്, x² - 9. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലല്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഓൾജിബ്രൈക്കൽ ഫോർമാറ്റിലേക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, x⁻n എന്നാണ് കിടക്കുന്നത്. ഇവിടെ 27നെ നമുക്ക് എന്തെഴുതാം, 3³ എന്ന് എഴുതാം. 9നെ എന്തെഴുതാം, 9നെ നമുക്ക് എന്തെഴുതാം, 3² എന്നും എഴുതാം. 9നെ 3² എന്ന് എഴുതാം. 27നെ നമുക്ക് എന്തെഴുതാം, 3³ എന്നും എഴുതാം. അപ്പോഴും നമ്മുടെ ഓൾജിബ്രൈക്കൽ ഫോർമാറ്റിലേക്ക് എത്തിയിട്ടില്ല. ഓൾജിബ്രൈക്കൽ ഫോർമാറ്റിലേക്ക് എത്തണമെങ്കിൽ താഴെ ഉണ്ടോ, x - a എന്നുള്ളൊരു ടേം വേണം. ആ x - a എന്നുള്ള ടേം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ x³ - 27 ബൈ x - 3 എഴുതുക. x² - 9ൻ്റെ താഴെയും x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x³ - 27ൻ്റെ താഴെയും x² - 9ൻ്റെ താഴെയും x - 3 എന്ന് എഴുതുക. അതാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള മീനിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു. ഇപ്പോൾ നമുക്ക് നോക്കൂ, ലിമിറ്റ് x⁻3 x³ - 27 ബൈ x - 3. അപ്പോൾ ഏത് ഫോർമാറ്റിലായി, x⁻n - a⁻n ബൈ x - a എന്നുള്ള ഫോർമാറ്റിലായി. ഇതിനൊന്ന് വായിച്ച് നോക്കൂ, x³ - 27 ബൈ x - 3. 27നെ നമ്മളിങ്ങനെ ഇതുപോലെ മാറ്റി എഴുതാം കേട്ടോ, 3³. അടുത്ത സ്റ്റെപ്പ് നോക്കൂ, അതിൽ നേരെ എഴുതിയിട്ടില്ല, x³ - 3³ ബൈ x - 3. അടുത്ത ഡിനോമിനേറ്റർ നോക്കൂ, x² - 3² ബൈ x - 3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏത് രൂപത്തിലായി, ഈ ഓൾജിബ്രൈക്കൽ ലിമിറ്റിൻ്റെ ഫോർമാറ്റിലായി. ഉണ്ടോ, x⁻n - a⁻n ബൈ x - a എന്നുള്ള ഫോർമാറ്റിലായി നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 27നെ 3³ എന്ന് മാറ്റിയെടുത്തിട്ടോ, 27നെ 3³ എന്ന് എഴുതി, 9നെ 3² എന്നും എഴുതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി, x⁻3 - a⁻3. a എന്ന് പറയുന്നത് 3 ആണ്. x⁻3 -
3^3/x-3. എക്സ് താഴെ ഡിനോമിനേറ്ററിൽ നോക്കുക, x² - 3²/x-3. ഓൾജിബ്രൈക്കൽ ലിമിറ്റിൻ്റെ ഫോർമാറ്റിലായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഏത് റിസൾട്ട്? n × a⁻n എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, നമുക്ക് ന്യൂമറേറ്ററിൽ n എന്ന് പറയുന്നത് 3 ആണ്. a എന്ന് പറയുന്നത് പിന്നെ ഈ വാല്യൂ ആണ്. a എന്ന് പറയുന്നത് 3 ആണ്. ന്യൂമറേറ്ററിൽ n എന്ന് പറയുന്നതും 3 ആണ്. ന്യൂമറേറ്ററിൽ n-ഉം 3 ആണ്. a = 3 ആണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ നോക്കുക, ഡിനോമിനേറ്ററിൽ എന്താണ്? n = 2 എന്നാണ്. a = ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ സെയിം നമ്പർ ആയിരിക്കും. a = 3. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ന്യൂമറേറ്ററിൽ n = 3, a = 3. ഡിനോമിനേറ്ററിൽ n = 2, a = 3. ഇനി നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാം. n × a⁻n-1. ഈ റിസൾട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററിൽ n എന്താണ്? 3 ആണ്. എയും 3 ആണ്. അപ്പോൾ 3n × a⁻n-1. n എന്ന് പറയുന്നത് 3 ആണ്. 3 × a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 × 3^n-1. ഈ 3ന്ന് 1 മൈനസ് ചെയ്തത് എന്താണ്? n-1. n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3ന്ന് 1 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 - 1 = എന്താണ്? 2. ഇനി ഡിനോമിനേറ്ററിൽ നോക്കുക. ഡിനോമിനേറ്ററിൽ എന്താണ്? n എന്ന് പറയുന്നത് 2 ആണ്. n എന്ന് പറയുന്നത് എന്താണ്? 2ഉം a എന്ന് പറയുന്നത് 3ഉം ആണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുക. n × a⁻n-1. n എന്ന് പറയുന്നത് 2 എന്നാണ്. a എന്ന് പറയുന്നത് 3 ആണ്. ഇനി 2ന്ന് 1 മൈനസ് ചെയ്ത് 3ൻ്റെ മുകളിൽ എഴുതുക. അപ്പോൾ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നോക്കൂ, 3 കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. 3 ഇവിടെയും കോമൺ ആയിട്ടുണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഓരോ 3കൾ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി റിമൈനിങ് വരുന്നത് 3². ഇനി ക്യാൻസൽ ചെയ്യാത്ത എന്താ വരുള്ളൂ? ഈ 3നെയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ വരുന്നത്? 3²/2 എന്നാണ് വരുന്നത്. 3² എന്ന് പറഞ്ഞാൽ 9/2. ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9/2. ലിമിറ്റ് എന്ന് പറയുന്നത് 9/2. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ്. ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റിൻ്റെ റിസൾട്ട് അറിയണം ആദ്യം. ട്രിഗ്നോമെട്രിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് x → 0 sin x/x = 1. ഈ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ ലിമിറ്റ് 1 എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് x → 0 sin x/x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, ഈ റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ഇവാലുവേറ്റ് ലിമിറ്റ് x → 0 tan x/x. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സൈനിലല്ല, tan x എന്ന ഫംഗ്ഷനിലാണ്. അപ്പോൾ ആ tan xനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സൈനിലുള്ള ആ ഫോർമാറ്റിലേക്ക് sin x/x നമ്മളെ ഇക്വേഷൻ എന്താണ്? ലിമിറ്റ് x → 0 sin x/x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് 1 എന്ന് എഴുതാം. അതിന് വേണ്ടി 1 എന്നുള്ള ആ റിസൾട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ tan xനെ, ആ ക്വസ്റ്റ്യനിലുള്ള ഈ tan xനെ നമുക്ക് മാറ്റി എഴുതണം. tan xനെ എന്തെഴുതാം? tan xനെ sin x/cos x എന്ന് എഴുതാം. sin x/cos x. tan xനെ എങ്ങനെ മാറ്റി എഴുതാം? ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്ന കാര്യമാണ്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള ട്രിഗ്നോമെട്രി എന്ന ഭാഗത്തിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ sin x/cos x എന്ന് എഴുതാം tan xനെ എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിൽ tan x എന്ന് കാണുന്നിടത്ത് എന്തെഴുതണം? sin x/cos x എന്ന് എഴുതാം. ക്വസ്റ്റ്യനിലേക്ക് വരാം. ലിമിറ്റ് x → 0 tan x/x എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഇവിടെ ടാൻ എക്സ് എന്ന് കാണുന്നുണ്ടല്ലോ, ടാൻ എക്സ്, അതിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ടാൻ എക്സിന് പകരം എന്തെഴുതി? സൈൻ എക്സ് ബൈ കോസ് എക്സ്. നോക്കൂ, ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു എക്സ് കിടക്കുന്നുണ്ട്. ഈ എക്സ് അതിവിടെ താഴെ തന്നെ ഉണ്ട്, എക്സ് എക്സ്. ഇനി നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്തെഴുതി. നെക്സ്റ്റ് സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഒരുമിച്ച് എഴുതി. നമുക്ക് റിസൾട്ട് 1 എന്ന് എഴുതണമാണ്. സൈൻ എക്സ് ബൈ എക്സ്, സൈൻ എക്സിൻ്റെ താഴെ എക്സ് എന്ന് എഴുതി. കോസ് എക്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി 1 ബൈ കോസ് എക്സ് എന്ന് എഴുതി. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്? നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സൈനിൻ്റെ താഴെ എക്സ് എന്ന് എഴുതി, 1 ബൈ കോസിനെ സെപ്പറേറ്റ് എഴുതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ ഒരുമിച്ച് എഴുതുക. 1 ബൈ കോസ് സെപ്പറേറ്റും എഴുതി. അപ്പോൾ ലിമിറ്റും സെപ്പറേറ്റ് കൊടുക്കാം. എത്ര ടേംസുകളുണ്ടോ അത്രയും ടേംസിന് നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഓരോന്നിനും ലിമിറ്റും സെപ്പറേറ്റ് കൊടുത്തു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അടുത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സിനും രണ്ടിനും ലിമിറ്റും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം എന്താ എഴുതാം? നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രിക്കൽ റിസൾട്ട് ഇത്രയും ഭാഗത്ത് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം ഈ റിസൾട്ട് പ്രകാരം. ഓക്കെ, ഇനി 1 ബൈ കോസ് എക്സ്. 1 ബൈ കോസ് എക്സ്, ഇവിടെ എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 0യിലേക്ക്. അപ്പോൾ ഈ എക്സ് എന്ന് കാണുന്നിടത്ത് 0 എന്ന് കൊടുക്കുക. എക്സ് കാണുന്നിടത്ത് 0 കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ എടുക്കാൻ ടെൻഡ് ചെയ്യുന്നത് 0യിലേക്കാണ്. എക്സ് എന്ന് കാണുന്നിടത്ത് 0 കൊടുക്കുക. 1 ബൈ കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ ഇതും നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നൊരു കാര്യമാണ്. ഈ റിസൾട്ട് കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ 1 ബൈ 1 ഇൻറ്റു 1 കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓൾറെഡി നമുക്ക് ഈ ഒരു ഈക്വേഷൻ വെച്ചിട്ട് ഇത് റിസൾട്ട് 1 കിട്ടിയിട്ടുണ്ട്. ആ 1 ആണിത്. ദെൻ 1 ബൈ 1 ഈക്വൽ ടു 1 ആണ് ആൻസർ വരുന്നത്. 1. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇനി നമുക്കറിയുന്ന റിസൾട്ട് എന്താണ്? സൈൻ തീറ്റ ബൈ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. സൈൻ എക്സ്, എക്സിലാണെങ്കിൽ എക്സ്, ഇവിടെ ക്വസ്റ്റ്യൻ തീറ്റ എന്നാണ് വേരിയബിൾ ഉള്ളത്. അപ്പോൾ തീറ്റയിലാണെങ്കിലും എക്സിലാണെങ്കിലൊക്കെ എന്താണ്? സൈൻ തീറ്റ ബൈ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റ് എവിടേക്ക് ടെൻഡ് ചെയ്യണം? 0യിലേക്കും ടെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടും. ലിമിറ്റ് എന്താണ്? 1 സൈൻ തീറ്റ ബൈ തീറ്റ. അതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു സൈൻ എക്സ് ബൈ എക്സ്. എന്താണോ സൈൻ്റെ കൂടെ വരുന്ന ആ വേരിയബിൾ അത് തന്നെ ആയിരിക്കണം താഴെ ഡിനോമിനേറ്ററിലും. അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ 1 എന്ന് എഴുതാം. എന്നാണ് ട്രിഗ്നോമെട്രിക്കൽ റിസൾട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? സൈൻ 3 തീറ്റ ബൈ തീറ്റ എന്നാണ്. കോസ് തീറ്റനെ നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്നുള്ളതിന് സെപ്പറേറ്റ് എഴുതി. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ എന്നുള്ളത് സെപ്പറേറ്റ് എഴുതി. നമുക്കങ്ങനെ സൈനിനെ സെപ്പറേറ്റ് എഴുതിയാലാണ് നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഇവിടെ നോക്കൂ, സൈൻ 3 തീറ്റ എന്നുണ്ട്. സൈനിൻ്റെ കൂടെ 3 തീറ്റ എന്നാണ്. താഴെയും ഡിനോമിനേറ്ററിൽ എന്താണ്? ഓൺലി തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 തീറ്റ എന്ന് വരണം. ഇവിടെ എന്ത് വേണം? 3 തീറ്റ എന്ന് വേണം. അപ്പോൾ ഇവിടെ 3 തീറ്റ എന്ന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റ ഇവിടെ ഇല്ലല്ലോ, 3 ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഒരു 3ൻ്റെ കുറവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 ഇടുകയാണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു സ്റ്റെപ്പാണ് ഇത്.
ഇപ്പോൾ നോക്കാം, നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോസ് തീറ്റന് സെപ്പറേറ്റ് എഴുതി, രണ്ടിനും ലിമിറ്റും സെപ്പറേറ്റ് കൊടുത്തു. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമുക്കൊരു 3ൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ കണ്ടു, ഡിനോമിനേറ്ററിൽ 3 കൊടുത്തു. അപ്പോൾ ന്യൂമറേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലിമിറ്റും സെപ്പറേറ്റ് കൊടുത്തു, രണ്ടിനും ലിമിറ്റും സെപ്പറേറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു റിസൾട്ട് പ്രകാരം, നമ്മുടെ ട്രിഗ്നോമെട്രിക്കൽ റിസൾട്ട് പ്രകാരം, ഇനി ഈ റൗണ്ട് ചെയ്യുന്ന ഈ ഭാഗം നോക്കൂ. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3θ/3θ എന്നുള്ളതിന് 1 കൊടുക്കാം. അതിന് 1 കൊടുത്തു. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 3 നമുക്കുണ്ട്, നമ്മളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു 3 ആണ്. ആ ഒരു 3 ആണിത്. 1 × 3 ഇൻറ്റു ഇനി കോസ് 0. കോസ് 0 നമ്മൾ നേരത്തെ പറഞ്ഞു, കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. 3 × 1 = 3. ഇത്രയും പാർട്ടുകളാണ് നമുക്ക് ലിമിറ്റ് എന്ന ചാപ്റ്ററിൽ വരുന്നത്. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നതാണ് ആൾജിബ്രൈക്കൽ ലിമിറ്റ് ആൻഡ് ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആൾജിബ്രൈക്കൽ ലിമിറ്റും ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റുമാണ്. മോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൾജിബ്രൈക്കൽ ലിമിറ്റും ട്രിഗ്നോമെട്രിക്കൽ ലിമിറ്റിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ചെയ്തു വെച്ചതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്.